കുഞ്ചുക്കുറുപ്പ് എന്താ പറയുന്നത്? ഗൃഹസന്ദർശനത്തിനിടെ രാഷ്ട്രീയ തർക്കം അരുത് CPM. അതായത് CPM ഗൃഹസന്ദർശനങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നു. തെറ്റുകൾ ഏറ്റുപറയാനൊന്നുമല്ല, കാരണം പാർട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, CPM തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവരൊരു ഗൃഹ സന്ദർശനം നടത്താൻ വേണ്ടി പോവുകയാണ്. ഓരോ വീടുകളിലും കയറി ചെന്നിട്ട് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ സംഭാവന പിരിക്കുന്ന പരിപാടിയുണ്ട്. നേരത്തെ ബക്കറ്റ് പിരിവിനൊരു ശ്രമം നടന്നിരുന്നു, പക്ഷെ പല ജില്ലാ കമ്മിറ്റികളും പറഞ്ഞു ഇപ്പോൾ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഓണം വരുന്നു, അതിൻ്റെ ഇടയിൽ നേരത്തെ പ്രളയത്തിന്റെ ആ സമയമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഈ ബക്കറ്റ് പിരിവ് ശരിയാവില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല റെസീറ്റ് കുറ്റി ഇല്ലാത്ത പിരിവാണ് ബക്കറ്റ് പിരിവ്. അപ്പോൾ എത്ര പിരിച്ചു അതിനൊക്കെ വേണ്ടിയിട്ടാണ് ബക്കറ്റ് പിരിവ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ പൈസ തട്ടാനുള്ള പരിപാടി. അപ്പം CPM ഒരു ഇവരുടെ പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന പിരിക്കാനും പിന്നെ എല്ലാ വീടുകളിലും ചെന്ന് കയറി എങ്ങനെയുണ്ട് 3 മാസത്തെ സതീശന്റെ ഭരണം എങ്ങനെയുണ്ട്, തല്ലിപ്പൊളി ഭരണമല്ലേ, നമ്മളെ 10 കൊല്ലത്തെ ഭരണം നമുക്ക് വീണ്ടും കൊണ്ടുവരണ്ടേ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് ഗൃഹസന്ദർശനത്തിനിടെ രാഷ്ട്രീയ തർക്കം അരുത്, രാഷ്ട്രീയമായി തർക്കങ്ങളൊന്നും പാടില്ല എന്ന് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കയറിയാൽ പുറത്ത് നിങ്ങൾ എന്തും ചെയ്തോളി അല്ലേ. ഇനി ഇന്ന് ഒന്നാം പേജുകൾ ഉണ്ട് മലയാള മനോരമക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതാണ്, വാഴക്കുലപാതകം എന്നാണ്. വാഴക്കുലപാതകം, അതായത് നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ ഏറ്റവും അവഗണന അനുഭവിക്കുന്നവരാണ് കർഷകർ. കാരണം കർഷകർ അങ്ങനെ സംഘടിച്ച് നമുക്ക് പിന്നെ ഈ ദേശീയ തലത്തിൽ കർഷക പ്രക്ഷോഭം എന്നൊക്കെ പറയുന്നത് അത് വന്നത് യഥാർത്ഥ കർഷകരൊന്നും ആയിരുന്നില്ല. അത് തലക്കെട്ടൊക്കെ ചുടിയ ചില രാജ്യവിരുദ്ധരൊക്കെ നുഴഞ്ഞു കയറിയ കർഷക കലാപമൊക്കെ ഉണ്ടായിരുന്നു, കർഷക സമരമൊക്കെ ഉണ്ടായിരുന്നു. അത് പോട്ടെ, ഞാൻ കേരളത്തിലെ കർഷകരെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ കർഷകർ അവഗണന നേരിടുന്ന എന്ന് പറഞ്ഞാൽ കൃത്യമായി അവർക്ക് അവരുടെ കാർഷിക വിളകൾക്കുള്ള വിലയൊന്നും സർക്കാർ കൊടുക്കാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വാഴക്കുലപാതകം. അട്ടപ്പാടിയിലെ ആദിവാസി കർഷകയിൽ നിന്ന് വാങ്ങിയ വാഴക്കുലകൾക്ക് ഹോർട്ടികോർപ്പ് നൽകാനുള്ളത് 3.79 ലക്ഷം. കൃഷി വകുപ്പ് കേട്ടോ, സിദ്ദിഖ്, ഇപ്പോഴത്തെ കൃഷിമന്ത്രിയായ സിദ്ദിഖെങ്കിലും കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ കാട്ടിക്കൂട്ടിയ തോന്നിയാസുകളൊന്നും ചെയ്യരുത്, കർഷകരോട് അനുഭാവപൂർവ്വം പെരുമാറണം, അല്ലെങ്കിൽ ഇവരുടെ ഇത്തരം വേദനകൾ മനസ്സിലാക്കി ഇവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. അതായത് ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിതയിലെ മലയപ്പുലയെ നട്ടുനനച്ച വാഴക്കുല വെട്ടിക്കൊണ്ടുപോയത് തമ്പുരാനായിരുന്നുവെങ്കിൽ പാലക്കാട് അട്ടപ്പാടിയിലെ ആദിവാസി കർഷക പൊന്നിയുടെ വാഴക്കുല വെട്ടിയത് ഹോർട്ടികോർപ്പാണ്, സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഹോർട്ടികോർപ്പ്. പാട്ടത്തിനെടുത്ത 4 ഏക്കറിലെ കുലകൾ കൊണ്ടുപോയതല്ലാതെ ഇതുവരെ പണം കൊടുത്തിട്ടില്ല. ജീവിക്കാൻ മറ്റൊരു വരുമാനവുമില്ലാതെ പൊന്നിക്ക് ഹോർട്ടികോർപ്പ് നൽകാനുള്ളത് വണ്ടിക്കൂലി അടക്കം 3,79,830 രൂപയാണ്. അങ്ങനെ ആ ഒരു കഥ പറയുന്നു. ഇങ്ങേപ്പുറത്ത് 101 മണ്ണിൽ 100 മേനി കൊയ്തു. 101 വയസ്സായിട്ടും ഇപ്പോഴും മണ്ണിൽ കൃഷിപ്പണി നടത്തുന്ന ഒരു ആരാണ്, കൃഷിയിടത്തിലെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന N തങ്കപ്പൻ, കൊല്ലം ജില്ലക്കാരനായ തങ്കപ്പനെ കുറിച്ചുള്ള വാർത്തയാണ്. മറ്റൊന്ന്, ഇന്നലെ ഈ ചില ന്യൂസ് ചാനലുകളൊക്കെ എന്തോ വലിയ മഹാസംഭവം ഞങ്ങളിതാ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞ ആ വാർത്ത, അതായത് BJP ഫണ്ട് വെട്ടിപ്പ് വിവാദമായി PC ജോർജിന്റെ മുൻ പ്രസംഗം. അതായത് ആഴ്ചകൾക്ക് മുമ്പ് PC ജോർജ് നടത്തിയ ഒരു പ്രസംഗമാണ് എന്തോ വലിയ കാര്യമായിട്ട് കൊണ്ടുവരുന്നത്. PC ജോർജ് എന്നെ പറഞ്ഞു ചില തെറ്റിദ്ധാരണകൾ മൂലമാണ് അന്ന് അങ്ങനെ ഒരു പ്രസംഗം നടത്തിയത്, അത്തരമൊരു പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല, എനിക്ക് യാതൊരു തെറ്റിദ്ധാരണയും ഇല്ല എന്ന് PC ജോർജ് അതിനുശേഷം പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഒരു വാർത്തയ്ക്ക് തന്നെ പ്രാധാന്യമില്ല. പിന്നെ എന്താ അത്ര വലുതായി കൊടുത്തത് എന്നുള്ളത് BJPയോടുള്ള വിരോധം, അത്രയേ ഉള്ളൂ. BJP ഫണ്ട് വെട്ടിപ്പ് വിവാദമായി PC ജോർജിന്റെ മുൻ പ്രസംഗം, തീർപ്പാക്കിയ പ്രശ്നം കുത്തിപ്പൊക്കിയതാണെന്നും പാർട്ടി വിടില്ല എന്നും PC ജോർജ് പറഞ്ഞു. അതിനിടക്ക് സിനിമാ നടൻ ദേവൻ BJP വിട്ടു എന്നൊരു വാർത്ത കൂടിയുണ്ട്. BJPയുടെ വൈസ് പ്രസിഡന്റ് ഒക്കെയാണെന്നാണ് പറയുന്നത്. പക്ഷെ ദേവൻ BJPയിൽ വന്നതുപോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. വന്നു പോയി. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ചില അവരുടെ താല്പര്യത്തിന് വേണ്ടി, സ്വാർത്ഥ കാര്യത്തിന് വേണ്ടിയിട്ട് പാർട്ടിയിൽ വരിക, പക്ഷെ ഒന്നും നേടാൻ പറ്റില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവർ പോകും. അത്രക്കാലൊക്കെ പോട്ടെ. അപ്പൊ ഏതായാലും ഈ വാർത്ത എന്താണെന്നറിയോ, അതായത് പൂഞ്ഞാർ NDA സ്ഥാനാർത്ഥിയായിരുന്ന PC ജോർജ് BJP തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിച്ചു എന്നാരോപിച്ച് മുൻപ് നടത്തിയ പ്രസംഗം പുറത്തു വന്നതോടെ പുതിയ വിവാദം. മാസങ്ങൾക്ക് മുമ്പ് എരുമേലിയിലെ BJP യോഗത്തിൽ PC ജോർജ് പ്രസംഗിച്ചത് 4.5 കോടി രൂപ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചിട്ടുണ്ട്. അത് എത്ര പേർക്കറിയാം? നിങ്ങളിൽ ആരൊക്കെ അതിന്റെ വീതം പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ സ്വയം ചിന്തിക്കണം. ഞാൻ അതിൽ 1 രൂപ പോലും തൊട്ടിട്ടില്ല.
ഒരു ബൂത്തിൽ 31,000 രൂപ കൊടുക്കാൻ ശക്തമായ നിർദ്ദേശമുണ്ടായിരുന്നു, എന്നിട്ട് ആ പണം എവിടെ പോയി എന്നൊക്കെയായിരുന്നു PC ജോർജ് മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്. അതിപ്പോൾ അങ്ങനെ കുത്തിക്കൊണ്ടു വരുന്നത് BJP-യെ എന്താ പറയുക, ഇപ്പോഴത്തെ ചില ചാനലുകളുടെ അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു വാർത്തയാണ്. അത് പിന്നെ എല്ലാവരും ഏറ്റുപിടിച്ചത് മാത്രമേ ഉള്ളൂ. എന്നാൽ എരുമേലിയിൽ താൻ പറഞ്ഞത് തെറ്റിദ്ധാരണ മൂലമാണെന്നും അവരോട് മാപ്പ് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിച്ചതാണെന്നുമാണ് പഴയ പ്രസംഗത്തിന്റെ വീഡിയോ പുറത്തു വന്ന ശേഷം PC ജോർജ് പറഞ്ഞത്. ഇനിയിപ്പോ എന്താ ഈ വാർത്ത ഇങ്ങനെ പൊലിപ്പിച്ചു കൊടുക്കുന്നതിന്റെ കാര്യം? വിവാദങ്ങളിൽ പെട്ടുകിടന്ന ചില ചാനലുകൾ അവർക്കെതിരായ ആരോപണങ്ങൾ മറയ്ക്കാൻ തന്നെ കരുവാക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാനാകുന്ന തുക 40 ലക്ഷം രൂപ മാത്രമാണ്. എന്നാൽ തനിക്ക് അത്ര ചെലവായിട്ടില്ല. BJP വിടുന്ന പ്രശ്നമില്ലെന്നും ക്രിസ്ത്യൻ സമുദായം ഒറ്റക്കെട്ടായി UDF-നെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതാണ് തന്റെ തോൽവിക്ക് കാരണമായതെന്നും ജോർജ് പറഞ്ഞു. അപ്പം തന്റെ തോൽവിക്ക് കാരണം ക്രിസ്ത്യൻ സമുദായം UDF-ന് വോട്ട് ചെയ്തു, കാലുമാറി. ഒരു കാർട്ടൂൺ ഉണ്ട്, രാജീവ് ചന്ദ്രശേഖർ PC ജോർജിന്റെ വായ പൊത്തുന്ന ഒരു സംഭവം. ഇങ്ങനെയൊക്കെയാണ് മലയാള മനോരമയുടെ 1-ാം പേജ് വാർത്ത കേട്ടോ.